ഇതാണ് സാംസങ്ങിൻ്റെ ഗാലക്സി Z Flip 6. നമുക്കൊന്ന് റിവ്യൂ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. ആദ്യമായി നമുക്കിതിനെ അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ കാണുന്ന പോലുള്ള വളരെ തിന്നായിട്ടുള്ള ഒരു ചെറിയ ബോക്സിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പം നമുക്കിതിനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ Z Flip 6ഉം പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ചാർജിങ് കേബിളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് കുറച്ച് ഡോക്യുമെൻറ്റ്സും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. സോ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ Z Flip 6 നോക്കിക്കഴിഞ്ഞാൽ Z Flip 5ൻ്റെ അതേ ഡിസൈനിൽ തന്നെയാണ് Z Flip 6ഉം വന്നിരിക്കുന്നത് കാണാം. സോ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് നോക്കാം. 60 Hz റിഫ്രഷ് റേറ്റുള്ള 1600 nits പീക്ക് ബ്രൈറ്റ്നസോട് കൂടിയ 3.4 ഇഞ്ചിൻ്റെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ കവർ ഡിസ്പ്ലേ ആയി വരുന്നത്. ഇതിന് Gorilla Glass Victus 2 പ്രൊട്ടക്ഷനുമുണ്ട്. മെയിൻ ഡിസ്പ്ലേ ആയി വരുന്നത് 120 Hz റിഫ്രഷ് റേറ്റുള്ള 2600 nits പീക്ക് ബ്രൈറ്റ്നസോട് കൂടിയ HDR10+ സപ്പോർട്ട് ചെയ്യുന്ന 6.7 ഇഞ്ചിൻ്റെ ഫോൾഡബിൾ ഡൈനാമിക് LTPO AMOLED 2X ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫോൾഡബിൾ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇതിന് വേറെ Gorilla Glassൻ്റെ പ്രൊട്ടക്ഷനൊന്നും അവൈലബിൾ അല്ല. Android 14 ഔട്ട് ഓഫ് ദി ബോക്സ് വന്നിരുന്ന ഈ Z Flip 6ൽ ഇപ്പോൾ Android 15 ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാം. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് UI ആയ 7.01 UI ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടുതൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ഇതിൽ അവൈലബിൾ ആണ്. 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് സാംസങ് വാഗ്ദാനം ചെയ്യുന്നത്. 12 GB റാമിൽ വരുന്ന Z Flip 6ൻ്റെ മെമ്മറി ഓപ്ഷൻസായി വരുന്നത് 128 GB, 256 GB, 512 GB എന്നിവയാണ്. UFS 4.0 സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറിയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ക്വാൽകോമിൻ്റെ 4 നാനോമീറ്ററിലുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. അതിന് Adreno 750യുടെ GPUവും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4000 mAhൻ്റെ വലിയ ബാറ്ററി സൈസിൽ വരുന്ന ഈ Z Flip 6ന് 25 വാട്ട്സിൻ്റെ വയേർഡ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും 4.5 വാട്ട്സിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആമർ അലൂമിനിയം ഫ്രെയിം ഇതിന് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നൽകുന്നുണ്ട്. IP48 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും ഇത് നൽകിയിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് സൈഡ് മൗണ്ടഡ് ആയിട്ടാണ്. അതുപോലെ തന്നെ NFC, Bluetooth 5.3, സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്നിങ്ങനെയുള്ള എല്ലാവിധ പ്രീമിയം ഫീച്ചേഴ്സും ഇതിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ മെയിൻ ക്യാമറയായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ 50 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസും 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസുമാണ് വരുന്നത്. മെയിൻ ക്യാമറയ്ക്ക് PDAFും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും അവൈലബിൾ ആണ്. എന്നാൽ അൾട്രാ വൈഡ് ലെൻസിൽ ഇത് അവൈലബിൾ അല്ല. വീഡിയോ റെക്കോർഡിംഗ്സ് ഓപ്ഷൻ വരുന്നത് 60 FPS വരെയുള്ള 4K വീഡിയോസും 240 FPS വരെയുള്ള 180p റെസൊല്യൂഷനുള്ള ഫുൾ HD വീഡിയോസും 960 FPS വരെയുള്ള സ്ലോ മോഷൻ വീഡിയോസും റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ HDR10+ സപ്പോർട്ടും ഉണ്ട്. 10 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസാണ് സെൽഫി ക്യാമറയായി വരുന്നത്. ഇതിന് 60 FPS വരെയുള്ള 4K വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സിൽവർ, യെല്ലോ, ബ്ലൂ, മിൻറ്റ്, ബ്ലാക്ക്, വൈറ്റ്, പീച്ച് എന്നിങ്ങനെയുള്ള 7 കളർ ഓപ്ഷൻസിൽ Z Flip 6 അവൈലബിൾ ആണ്. ആദ്യമായി ഇതിൻ്റെ കവർ ഫേസ് നോക്കുകയാണെങ്കിൽ മെയിൻ ഡിസ്പ്ലേയിൽ കിട്ടുന്ന എല്ലാ ആപ്പുകളൊന്നും ഇതിൽ അവൈലബിൾ അല്ലെങ്കിലും ഒരുപാട് ഇതുപോലുള്ള വിഡ്ജറ്റ്സും പിന്നെ നോട്ടിഫിക്കേഷൻ പാനലും ക്വിക്ക് സെറ്റിംഗ്സ് പാനലും ഇവിടെ അവൈലബിൾ ആണെന്ന് കാണാം. സ്മാർട്ട് വാച്ചുകളിൽ കണ്ടുവരുന്നത് പോലുള്ള വാച്ച് ഫേസ് പോലെ ഇവിടെ കവർ ഫേസ് ഒരുപാട് അവൈലബിൾ ആണെന്ന് കാണാം. നമുക്ക് ചേഞ്ച് ചെയ്ത് വേറെ വേറെയായി യൂസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ കവർ സ്ക്രീനിൻ്റെ ഓപ്ഷൻസ് മെയിൻ സ്ക്രീനിൽ സെറ്റിംഗ്സിൽ നൽകിയിട്ടുണ്ട്. വിഡ്ജറ്റ്സ് ആഡ് ചെയ്യാനായിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ പ്ലസ് ബട്ടൺ വരുന്നതാണ്. അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലുള്ള വിഡ്ജറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാം. നമുക്കിതുപോലെ 2 തരത്തിൽ ഫോൺ സ്റ്റാൻഡായിട്ട് വെച്ചിട്ട് കവർ സ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്ത് മെയിൻ സ്ക്രീനിൻ്റെ യൂസേജ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് 1 UI വരുന്ന ഈ ഫോണിന് നല്ല സ്മൂത്ത് ആയിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് ഉള്ളത്.
നല്ല ഫാസ്റ്റായിട്ടുള്ള ആനിമേഷൻസും അതിന് നൽകിയിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ നല്ല ഫാസ്റ്റായിട്ട് തന്നെ അൺലോക്ക് ആക്കുന്നുണ്ട്. ഇതിൻ്റെ സിം ട്രേ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ ആകെ ഒരേ ഒരു സിം ഇടാനുള്ള ഓപ്ഷനേ അവൈലബിൾ ആയിട്ടുള്ളൂ. എന്നാൽ ഒരു ഇ സിം കൂടി ആഡ് ചെയ്ത് ഡ്യുവൽ സിം ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ സെറ്റിങ്സിൽ നൽകിയിട്ടുണ്ട്. നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഹിഞ്ചസ് തന്നെയാണ് സാംസങ് ഇതിന് നൽകിയിരിക്കുന്നത്. ഏത് പൊസിഷനിൽ ഓപ്പൺ ചെയ്ത് വെച്ചാലും അതേ പൊസിഷനിൽ കീപ്പ് ചെയ്ത് പിടിക്കാൻ അതിന് നല്ല കേപ്പബിലിറ്റി ഉണ്ട്. ഹിഞ്ചസിൻ്റെ അവിടെയുള്ള ഡിസ്പ്ലേയുടെ ഒടിവ് നിവർത്തി വയ്ക്കുമ്പോൾ വലിയ കാര്യമായിട്ട് വിസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു വിസിബിലിറ്റി തന്നെ ഇതിൻ്റെ മെയിൻ ഡിസ്പ്ലേ തരുന്നുണ്ട്. ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ വീഡിയോ പ്ലെയറിൻ്റെ കൺട്രോൾസ് നമുക്ക് താഴ്ഭാഗത്ത് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രാക്ക് പാഡായിട്ടും താഴ്ഭാഗത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ ഇതുപോലെ മുകളിലും താഴത്തെയും ഡിസ്പ്ലേയിലായി 2 ആപ്സ് ഒരേ ടൈം യൂസ് ചെയ്യാവുന്നതാണ്. സി ഫ്ലിപ്പ് 6ൽ വരുന്ന മറ്റൊരു AI ഫീച്ചറാണ് ഇതിൻ്റെ ഇൻ്റർപ്രറ്റർ എന്ന ഫീച്ചർ. ഒറ്റ ടൈം നമുക്ക് മറ്റൊരു ആളുമായി ഭാഷ അറിയാത്ത ആളുമായി സംസാരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സാംസങ്ങിൽ കണ്ടുവരുന്ന ക്യാമറ ഇൻ്റർഫേസ് തന്നെയാണ് ഇതിലും നൽകിയിരിക്കുന്നത്. ഫോട്ടോ, വീഡിയോ, പോർട്രേറ്റ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസിന് പുറമെ സ്ലോ മോഷൻ, പ്രോ എന്നിങ്ങനെയുള്ള കൂടുതൽ മോഡ്സും ഇതിൽ അവൈലബിൾ ആണ്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ യൂസ് ചെയ്ത് തന്നെ നമുക്ക് സെൽഫി എടുക്കാവുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതിനായിട്ട് ഈ ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കവർ സ്ക്രീനിൽ മെയിൻ സ്ക്രീനിൻ്റെ കോപ്പി വരുന്നതാണ്. അത് നേരിട്ട് കണ്ടുകൊണ്ട് നമുക്ക് മെയിൻ ക്യാമറ യൂസ് ചെയ്ത് സെൽഫി ഫോട്ടോസ് എടുക്കാം. പിന്നീട് ഫ്ലിപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷനാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്യാംകോർഡർ പിടിച്ച് വീഡിയോ എടുക്കുന്ന പോലെ വീഡിയോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ട്രൈപോഡോ സ്റ്റാൻഡൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഫോട്ടോസ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്യാണ്ട് തന്നെ ഇതുപോലെ കവർ സ്ക്രീനിൽ ഡിസ്പ്ലേ യൂസ് ചെയ്ത് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ഫോട്ടോസ് മാത്രമല്ല വീഡിയോസും പോർട്രേറ്റ് ഫോട്ടോസും ഇതിൽ അവൈലബിൾ ആണ്. സോ നമുക്കിനി ഈ ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോ സാമ്പിൾസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മെയിൻ ക്യാമറ സെറ്റപ്പിൽ ടെലിഫോട്ടോ ലെൻസ് ഇല്ല എന്നുള്ളതും പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ ചെറിയ ഒബ്ജക്ട്സിൻ്റെ ഫോട്ടോയ്ക്ക് ഇതുപോലെ എഡ്ജ് ഡിറ്റക്ഷൻ കുറവാണ് എന്നുള്ളതും ഇതിൻ്റെ ഒരു പോരായ്മയാണ്. മെയിൻ ക്യാമറയിൽ 4K 60 FPS റിഫ്രഷ് റേറ്റിൽ എടുത്തിരിക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. സൗണ്ട് ക്വാളിറ്റി കേൾക്കാവുന്നതാണ്. അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന 4K റെസൊല്യൂഷനുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. സൂപ്പർ സ്റ്റഡി മോഷനിൽ നല്ല സ്റ്റെബിലൈസേഷനാണ് ഈ ഫോൺ തരുന്നത്. മെയിൻ ക്യാമറ യൂസ് ചെയ്തെടുത്തിരിക്കുന്ന സെൽഫി വീഡിയോ ആണ് ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലുള്ള മെയിൻ ക്യാമറ വെച്ച് സെൽഫി വീഡിയോസ് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഫോർ കെ റെസൊല്യൂഷനുള്ള 60 FPS സെൽഫി ക്യാമറയിൽ എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. വീഡിയോ ആൻഡ് ഓഡിയോ പ്ലേബാക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് സി ഫ്ലിപ്പ് 6 കാഴ്ചവെക്കുന്നത്. 4K വീഡിയോ പ്ലേബാക്കും സ്റ്റീരിയോ സ്പീക്കേഴ്സും നല്ല മികച്ച ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് നൽകുന്നുണ്ട്. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ സ്റ്റാൻഡൊന്നും ഇല്ലാണ്ട് ചെറിയ സ്ക്രീനിൽ വീഡിയോ ആസ്വദിക്കാവുന്നതാണ്. ഗെയിമിംഗ് എക്സ്പീരിയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഹൈ ലെവൽ പീക്ക് എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയില്ലെങ്കിലും അധികം ഫ്രെയിം ഡ്രോപ്സും ഒന്നുമില്ലാത്ത ഒരു മികച്ച എക്സ്പീരിയൻസ് തന്നെ സി ഫ്ലിപ്പ് 6 തരുന്നുണ്ട്. ഇതൊരു ഗെയിമിംഗ് ഫോൺ എന്നതിനേക്കാൾ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലെ കോമ്പാക്റ്റ് ആൻഡ് സ്റ്റൈലിഷ് ഫോണായിട്ടാണ് നമുക്ക് നോക്കാവുന്നത്. ക്യാമറ പെർഫോമൻസ് സാംസങ്ങിൻ്റെ മറ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളെ അപേക്ഷിച്ച് കുറച്ച് കുറവാണെങ്കിലും കോമ്പാക്റ്റ് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് സി ഫ്ലിപ്പ് 6 വളരെ നല്ലൊരു ഓപ്ഷനാണ്. കൊണ്ടു നടക്കാൻ വളരെ സൗകര്യപ്രദവും എന്നാൽ നല്ല മികച്ച ഒരു പെർഫോമൻസ് തരുന്നതുമായ
അത്യാവശ്യം ബാറ്ററി ബാക്കപ്പുമുള്ള ഒരു മോഡൽ തന്നെയാണ് സി ഫ്ലിപ്പ് 6. ഇന്നിവിടെ നമുക്ക് ഈ സാംസങ് ഗാലക്സി സി ഫ്ലിപ്പ് 6 റിവ്യൂ ചെയ്യാനായി തന്നത് സെല്ലൻട്രിക് മൊബൈൽസ് എന്ന ഷോപ്പാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്